ആ രാത്രിയിൽ ശത്രുക്കൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുകയാണ്. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആളുകൾ വീതം വന്ന് ഒരുമിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചു കളയുക എന്നതായിരുന്നു അവരുടെ പ്ലാനിങ്. പക്ഷേ ഖുർആൻ പറയുന്നത് പോലെ അവർ തന്ത്രം പ്രയോഗിച്ചപ്പോൾ അള്ളാഹു അതിലും മികച്ച തന്ത്രം അവരോട് പ്രയോഗിക്കുന്നു. എല്ലാവരും അതീവ രഹസ്യമായിട്ടാണ് മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു മാത്രം ആ മക്കയിലേക്ക് വന്നുകൊണ്ട് മക്കക്കാരെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട്, ഞാൻ മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്, എന്നെ തടയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വരണം എന്ന് പറഞ്ഞ വലിയ വെല്ലുവിളിയായിട്ടാണ് മദീനയിലേക്കുള്ള ഹിജ്റ തുടങ്ങുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ അത് വർഷങ്ങളുടെ പ്ലാനിങ്ങിലൂടെ നടന്ന അതിമനോഹരമായ പ്രവാചക ചരിത്രത്തിലെ അധ്യായമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പറയുമ്പോൾ എൻ്റെ ഏറ്റവും മികച്ച പ്രിയപ്പെട്ട അധ്യായങ്ങളിലൊന്ന് അത് ഹിജ്റ തന്നെയാണ്. സന്തോഷത്തിൻ്റെയും വേദനയുടെയും പാഠങ്ങൾ അവ പങ്കുവെക്കുന്നു എന്നതാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം. ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി വഹിയുമായി പ്രവാചകൻ്റെ അടുത്തേക്ക് വന്ന അതേ ദിവസം വറഖത്ത് ബിൻ നൗഫൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നൊരു വാക്യമുണ്ട്: ഈ നാട്ടുകാർ നിങ്ങളെ പുറത്താക്കും, ഇവിടെ നിന്ന് ജീവനും കൊണ്ട് നിങ്ങൾക്ക് ഓടേണ്ടി വരും. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതത്തോടെ വറഖത്ത് ബിൻ നൗഫലിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്: എന്ത്, ഈ നാട്ടുകാരെന്നെ പുറത്താക്കുകയോ? അൽ അമീൻ എന്ന് വിളിക്കുന്ന സത്യസന്ധതയുടെ പേരിൽ അത്രമേൽ മക്കൾക്കാർക്കിടയിൽ പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ നാട്ടുകാർ ഒരു ദിവസം പുറത്താക്കുമെന്ന് അന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതായിരുന്നു. വറഖത്ത് ബിൻ നൗഫൽ പറയുന്നത്, അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുമെന്നാണ്. നുബുവത്തിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ ഈ നാട്ടുകാർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്താക്കാൻ പോകുന്നതിൻ്റെ സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അന്ന് മക്ക മുശ്രിക്കീങ്ങളുടെ പീഡനങ്ങൾ അതീവ ദാരുണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്വഹാബത്തും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ അത്രത്തോളം ബുദ്ധിമുട്ടുകളിലൂടെ കഴിഞ്ഞു പോകുന്ന സന്ദർഭം. ആ അവസരത്തിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിലൊരു സ്വപ്നം കാണുന്നത്. ഈന്തപ്പനകളാൽ തിങ്ങി നിറഞ്ഞ ഒരു നാട്ടിലേക്കാണ് തങ്ങളുടെ പലായനം നടക്കാൻ പോകുന്നതെന്ന് അള്ളാഹു ആ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്. സ്വഹാബത്തിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നേരത്തെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് ആ പലായനത്തിനുള്ള അനുമതി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. എന്തുകൊണ്ടാണ് ഹിജ്റയ്ക്ക് ഇത്രമേൽ പ്രതിഫലം ഇസ്ലാമിൽ നൽകുന്നത് എന്ന ഒരു ചോദ്യം ഈ ചരിത്ര സന്ദർഭങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നാം. നമ്മൾ കേവലം ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു സാമൂഹിക സാഹചര്യമായിരുന്നില്ല 6-ാം നൂറ്റാണ്ടിലെ അറേബ്യ. അക്കാലത്തുണ്ടായിരുന്ന ആളുകൾ മുഴുവനും ഒരേ സ്ഥലത്ത് ജനിക്കുകയും അവിടെ തന്നെ ജീവിതകാലം മുഴുവനും ചെലവഴിച്ചുകൊണ്ട് മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടുക, അവിടേക്ക് താമസം മാറ്റുക എന്നുള്ളതെല്ലാം അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു വസ്തുതയായിരുന്നു. ആ സമയത്താണ് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് സ്വന്തം കുടുംബത്തെയും മാതാപിതാക്കളെയും കുടുംബമിത്രാദികളെയും ഇത്രയും കാലം സമ്പാദിച്ച സമ്പത്തും വീടും പറമ്പും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇസ്ലാം എന്നതിൻ്റെ പേരിൽ മാത്രം, വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട പേരിൽ മാത്രം മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹിജ്റയ്ക്ക് അത്രമേൽ വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ശിക്ഷാരീതി പോലുമായിരുന്നു ഇതുപോലെ നാട് കടത്തുക എന്നുള്ളത്. ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ പ്രവാസ ലോകത്തേക്ക് പോകുന്നത് പോലെ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്ക് താമസം മാറുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല. പക്ഷേ ഒരു നാടും അവരുടെ ഗോത്ര മഹിമകളും ആ ഗോത്രത്തിൻ്റെ കീഴിലുള്ള സംരക്ഷണമൊക്കെ വിട്ടിട്ട് പുതിയൊരു നാട്ടിലേക്ക് കയറി ചെല്ലുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു വസ്തുതയായിരുന്നു. ആ സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പലായനത്തിനുള്ള അനുമതി നൽകുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതീവ രഹസ്യമായി വർഷങ്ങളുടെ പ്ലാനിങ്ങിലൂടെയാണ് തൻ്റെ ഹിജ്റ അവതരിപ്പിക്കുന്നത്.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതീവ രഹസ്യമായി തൻ്റെ അനുചരരെ മുഴുവനും വിളിച്ചു വരുത്തിക്കൊണ്ട് ആ ഹിജ്റക്കുള്ള അനുമതി നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എല്ലാവരും അതീവ രഹസ്യമായാണ് മദീനയിലേക്ക് പോകുന്നതെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മാത്രം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായിട്ട് ഹിജ്റക്ക് പോകാനുള്ള ഒരു കൽപ്പന നൽകിയെന്നാണ് പല ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ വന്ന ഒരുപാട് റിപ്പോർട്ടുകളും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വായനകളും ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഊരിപ്പിടിച്ച വാളുമായിട്ട് മക്കയിലെ അങ്ങാടിയിലേക്ക് കഅബയുടെ സമീപത്തേക്ക് വരുന്നു. ത്വവാഫിന് ശേഷം അവിടെ കൂടിയിരിക്കുന്ന മക്കാ മുശ്രിക്കീങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ പലായനത്തിന് വേണ്ടി മദീനയിലേക്ക് പുറപ്പെടുകയാണ്. നിങ്ങളുടെ പിതാവിനെ മക്കളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹമുണ്ട് എങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് അനാഥരായി വളരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഭാര്യമാരെ വിധവകളായി ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, എന്നെ നേരിടാൻ ഈ മലഞ്ചെരുവിലേക്ക് നിങ്ങൾ കടന്നു വരിക. ധൈര്യമുള്ളവർ എന്നെ ഇതിൽ നിന്ന് തടയുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ധീരമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത്. വില്ലാളി വീരനും ശൂരപരാക്രമിയുമായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ നേരിടാൻ ഒരാൾക്ക് പോലും അത് ധൈര്യം വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ഏകദേശം എല്ലാ ആളുകളും മദീനയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും മാത്രമാണ് പിന്നീട് അവശേഷിക്കുന്നത്. പിന്നീട് തൻ്റെ യജമാനന്മാർ വിടാതെ മക്കയിൽ ദുരിതപൂർണമായി കഴിയുന്ന കുറച്ച് അടിമകളും മാത്രമാണ് അന്ന് മക്കയിൽ അവശേഷിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും പോയിരുന്നു. ഹിജ്റക്കുള്ള അനുമതി ലഭിച്ച അന്നു മുതൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് നിരന്തരം ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ ഹിജ്റക്ക് പോകട്ടെ, ഞാൻ ഹിജ്റക്ക് പോകട്ടെ. ആ സമയത്തൊന്നും പ്രവാചകൻ സമ്മതം നൽകുന്നില്ല. നിങ്ങൾ അല്പസമയം കൂടെ കാത്തിരിക്കും അബൂബക്കർ, അള്ളാഹു നിങ്ങൾക്ക് നല്ല ഒരാളെ തന്നെ കൂടെ പറഞ്ഞേക്കും എന്നാണ് പറയുന്നത്. ആ വാർത്ത കേട്ടതോടുകൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നല്ല ആരോഗ്യമുള്ള 2 ഒട്ടകങ്ങളെ വാങ്ങുകയും അന്നു മുതൽ ഈ ഹിജ്റ നടക്കുന്നതിൻ്റെ 4 മാസം മുമ്പ് തന്നെ ആ 2 ഒട്ടകങ്ങൾക്കും നല്ല മനോഹരമായ ഭക്ഷണമൊക്കെ കൊടുത്ത് ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടിയിട്ട് അതിനെ തയ്യാറാക്കി നിർത്തുന്നുണ്ട്. അങ്ങനെ ഈ 4 മാസക്കാലം കഴിഞ്ഞുപോയി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ഇങ്ങനെ ഹിജ്റക്ക് പോകാനുള്ള സമ്മതം ചോദിക്കുന്നുണ്ട്. മക്ക ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ മുഴുവനും നേരം വെളുക്കുമ്പോഴേക്കും അവരെ കാണാതാവുന്നു. പതിയെ പതിയെ ഓരോ സംഘങ്ങളായി അതീവ രഹസ്യമായി അവർ മറ്റേതോ നാട്ടിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതിതമായ സാഹചര്യമായിരുന്നു അത്. കാരണം ഇങ്ങനെ ആളുകളെല്ലാം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരു സ്ഥലത്ത് പോയി സംഘടിച്ച് കഴിഞ്ഞ് അവർ വളരെ സുശക്തമായ സൈനിക സന്നാഹത്തോടെ വന്ന് ഈ മക്കാരെ മക്കാ മുശ്രിക്കുകളെ മുഴുവനും നശിപ്പിച്ച് കളയുമോ എന്നൊരു വലിയ ഭയം ഖുറൈശികൾക്കിടയിൽ അന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഖുറൈശികൾ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും അതീവ രഹസ്യമായിട്ട്, എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് ബനൂ ഹാഷിം ഗോത്രത്തിൽ നിന്നുള്ള ഒരാളെപ്പോലും അവർ ആ യോഗത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നില്ല. അബൂലഹബ് ബനൂ ഹാഷിം ഗോത്രക്കാരാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിയ ശത്രുവാണ് അദ്ദേഹം. അവരെപ്പോലും അന്ന് ആ മീറ്റിങ്ങിൽ വിളിച്ചു വരുത്തുന്നില്ല. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇസ്ലാമിനെയും എന്ത് വില കൊടുത്തും തടയണം എന്നതായിരുന്നു ആ മീറ്റിംഗ് കൊണ്ടുള്ള അവരുടെ ലക്ഷ്യം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചു കളയാൻ വേണ്ട കൃത്യമായ പ്ലാനിങ് അന്ന് അവരവിടെ തയ്യാറാക്കുകയായിരുന്നു. അങ്ങനെ അതീവ രഹസ്യമായി ആ രാത്രി അവർ മീറ്റിങ്ങിന് ഒരുമിച്ച് കൂടുമ്പോൾ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി അന്ന് രാത്രി അവിടേക്ക് ഒരാൾ എത്തുന്നുണ്ട്. നജിദിൽ നിന്നുള്ള ഷെയ്ഖാണ്, വൃദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ മീറ്റിങ്ങിലേക്ക് കയറി വരുന്നത്. യഥാർത്ഥത്തിൽ അത് പിശാച് മനുഷ്യരൂപം കെട്ടിക്കൊണ്ട് അവരുടെ മീറ്റിങ്ങിലേക്ക് വരികയായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തകർത്ത് കളയാൻ, ഇസ്ലാമിൻ്റെ വളർച്ചയെ തകർക്കാനുള്ള പുതിയ പുതിയ ആശയങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു അവർ. അതിൽ നിന്ന് അബുൽ ബുഖ്തരിയാണ് ആദ്യമായിട്ട് എഴുന്നേറ്റ് പറയുന്നത്, നമുക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെങ്ങലയിൽ ബന്ധിച്ചിട്ട് മക്കയിൽ ബന്ധിക്കാം, ചെങ്ങലയിൽ തുറങ്കിലടക്കാം. അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്തു പോവുകയുമില്ല, ഇസ്ലാമിനെ നമുക്ക് അങ്ങനെ ഇല്ലാതാക്കി കളയാം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഉടനടി ഈ നജിദിൽ നിന്ന ഷെയ്ഖിൻ്റെ രൂപത്തിൽ പിശാച് ആ ചർച്ചയെ ലീഡ് ചെയ്യുകയാണ്. അവർ പറയുന്നുണ്ട്, അതൊരിക്കലും നല്ല ബുദ്ധിയല്ല. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങാനും നമ്മൾ ചെങ്ങലയിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ അനുയായികൾ വെറുതെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരിവിടെ വന്നുകൊണ്ട് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി കൊണ്ടുപോകും. അതുകൊണ്ട് അത് നല്ലൊരാശയമല്ല എന്ന് ആ നജിദിൽ നിന്ന ഷെയ്ഖ് അഥവാ പിശാജ് അവരോട് പറയുന്നുണ്ട്. ഇത്രയും കേട്ടതോടുകൂടെ ഇവരെല്ലാവരും ഈ നജിദിൽ നിന്ന ഷെയ്ഖിൽ ഇംപ്രസ്ഡ് ആവുകയാണ്. കാരണം
അത്രയും തന്ത്രപ്രധാനമായ ആശയമാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അടുത്തൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, നമുക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് എവിടേക്കെങ്കിലും നാട് കടത്താം. ഉടനടി ഷെയ്ഖ് പറയുന്നത് അതൊരിക്കലും ഒരു നല്ല ആശയമല്ല. കാരണം നമുക്ക് അദ്ദേഹത്തെ തടയാനേ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. അതുകൊണ്ട് നാട് കടത്തുക എന്നുള്ളത് ഒരു നല്ല തന്ത്രമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉടനടി അബൂജഹൽ ആ ചർച്ചയിൽ നിന്ന്, ഇതുവരെയുള്ള ചർച്ചകളൊക്കെ സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുകയാണ് അബൂജഹൽ. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, നമുക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചു കളയാം, മുഹമ്മദിനെ നമുക്ക് കൊല്ലാം. ഇന്നേ വരെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു പ്രശ്നം ബനൂ ഹാഷിമുകാർ നമുക്കെതിരെ തിരിയും എന്നതായിരുന്നല്ലോ. അതിനൊരു പരിഹാരം എൻ്റെ കയ്യിലുണ്ട്. ഒരാൾ പോയിട്ടല്ല മുഹമ്മദിനെ കൊല്ലേണ്ടത്. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ യുവാക്കളെ വീതം തിരഞ്ഞെടുത്തുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് പോയിട്ട് മുഹമ്മദിനെ കൊല്ലാം. അപ്പോൾ ബനൂ ഹാഷിമുകാർക്ക് മറ്റുള്ള ഗോത്രങ്ങളെ മുഴുവനും എതിർക്കുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ പദ്ധതിക്കാണ് ആ രാത്രി അവർ രൂപം കുറിക്കുന്നത്. ഉടനടി നജിദ് എന്ന ഷെയ്ഖ് അഥവാ പിശാച് അവരോട് പറയുന്നുണ്ട്, ഇത് നല്ലൊരാശയമാണ്, നമുക്ക് ഇതിൽ നിന്ന് തന്നെ പോകാം. മാത്രമല്ല അടുത്ത ദിവസം രാത്രി തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതുപോലെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ചെന്നിട്ട് കൊന്നുകളയണം എന്നതായിരുന്നു അവരുടെ പദ്ധതി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതുവരെ ഹിജറക്ക് പോകാനുള്ള അനുമതി നൽകാതിരുന്ന റബ്ബ് അന്ന് രാത്രി അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഖുറൈശികൾ രൂപീകരിച്ച അതേ രാത്രി തന്നെ ഹിജറക്ക് വേണ്ടിയിട്ടുള്ള സമ്മതവും നൽകുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്, അവർ തന്ത്രം പ്രയോഗിച്ചു, ഞാൻ അതിലും വലിയ തന്ത്രം പ്രയോഗിക്കുമെന്ന്. അങ്ങനെയാണ് ആ രാത്രി സംജാതമാകുന്നത്. ഒരു നട്ടുച്ച സമയത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ജിബ്രീൽ വന്നുകൊണ്ട് ഈ ഹിജറക്കുള്ള അനുമതി നൽകുന്നത്. ആ സമയത്ത് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കാരണം കൂടെ പോരാനായിട്ട് അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തന്നെയായിരുന്നു. നട്ടുച്ച സമയത്ത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും പുറത്തിറങ്ങാത്തൊരു സമയമാണ് ഈ നട്ടുച്ച എന്നുള്ളത്. കാരണം ആ സമയത്ത് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവർക്കെല്ലാം ഉറങ്ങുന്ന കൈലൂലത്തിൻ്റെ ഒരു സമയമാണ്. ളുഹർ നമസ്കാരത്തിന് ശേഷം അവർ അധികമാരും പുറത്തേക്ക് ഇറങ്ങില്ല. ശക്തമായ ചൂടുമാണ്, മരുഭൂമിയുമാണ്. ആ ഒരു സമയത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നട്ടപ്പാതിരാക്ക് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന അതേ പ്രതീതിയാണ് അബൂബക്കർ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ഇങ്ങനെ വിദൂരതയിൽ നിന്ന് നടന്നു വരുന്നത് കാണുന്നത്. അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലായി, കാര്യമായിട്ട് എന്തോ ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടേക്ക് വരുന്നത്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസവും അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമായിരുന്നു, രാവിലെയോ രാത്രിയോ ഒക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ആദ്യമായിട്ടാണ് ആ പുറത്തിറങ്ങാത്ത അതീവ രഹസ്യമായി എല്ലാവരും വീട്ടിൽ കഴിയുന്ന സമയത്ത് പ്രവാചകൻ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അധികമാരും കേൾക്കാൻ പറ്റാത്ത രഹസ്യമായ എന്തോ കാര്യം തന്നോട് പറയാനുണ്ട് എന്ന് അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലാവുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറയുന്നു, അബൂബക്കർ പോകാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. ഉടനടി അബൂബക്കർ തങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ചോദിക്കുന്നു, ആ സ്വഹബ യാ റസൂലല്ലാഹ്, ഞാൻ കൂടെ പോരട്ടെ നബിയെ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതേ അബൂബക്കർ, നിങ്ങളാണ് എൻ്റെ കൂടെ പോരാനുള്ള ആൾ. അബൂബക്കർ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നിട്ട് ആ മനുഷ്യൻ കരഞ്ഞു പോവുകയാണ്. ആയിഷ ബീവി അന്ന് ചെറിയ കുട്ടിയാണ്. ആയിഷ ബീവി പിന്നീട് പറയുന്നുണ്ട്, മനുഷ്യർ സന്തോഷം വരുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കരയുമെന്ന് എനിക്ക് ആ സന്ദർഭം കണ്ടിട്ടാണ് മനസ്സിലാവുന്നത്. പ്രവാചകൻ്റെ കൂടെ പോകാനുള്ള ആ ദുരിതപൂർണമായ യാത്രയിൽ പോലും പ്രവാചകൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും സമ്മതിക്കാതെ പ്രവാചകനെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കാനുള്ള അബൂബക്കർ തങ്ങൾ കാണിക്കുന്ന വ്യാഗ്രതയുടെ, ആ ജാഗ്രതയുടെ ഒരു വലിയ മനോഹരമായ പാഠം ആ വേള മുതൽ തുടങ്ങുകയാണ്. ഉടനടി താൻ വാങ്ങി വെച്ചിരിക്കുന്ന 2 ഒട്ടകത്തെ പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ പറയുന്നു, എനിക്ക് സൗജന്യമായിട്ട് ആ ഒട്ടകത്തെ വേണ്ട, അതിൻ്റെ വില ഞാൻ തരാം. പറ്റില്ല നബിയെ, ഞാൻ 4 മാസം മുമ്പ് വാങ്ങി നമുക്ക് 2 പേർക്കും പോകാൻ വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന വാഹനമാണിത്, അതിൻ്റെ വിലയൊന്നും തരണ്ട, സൗജന്യമായിട്ട് തരാം. ഇല്ല അബൂബക്കർ, ഹിജ്റയുടെ പ്രതിഫലം മുഴുവനും എനിക്ക് സ്വന്തമായിട്ട് തന്നെ വേണം എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും നന്മയിലേക്കുള്ള ഒരാഗ്രഹം. അങ്ങനെ ആ ഒട്ടകത്തിന് പറഞ്ഞുറപ്പിച്ച വിലയൊക്കെ അബൂബക്കർ തങ്ങൾക്ക് നൽകുകയാണ്. അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ 2 പേരും ഇവിടെ നിന്ന് പുറപ്പെടും എന്നതായിരുന്നു അബൂബക്കർ തങ്ങൾക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വീട്ടിലേക്ക് വരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ മക്കക്കാർ സൂക്ഷിപ്പ് മുതലായിട്ട് ഏൽപ്പിച്ച ഒരുപാട് സമ്പത്ത് എൻ്റെ വീട്ടിലുണ്ട്.
ഞാനും അബൂബക്കറും പോയി കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ കൂടെ വരേണ്ടതില്ല. ആ സമ്പത്ത് മുഴുവനും അതിൻ്റെതായ പേരുകൾ അതിലുണ്ട്. അവർക്ക് മുഴുവനും തിരിച്ചു കൊടുത്തിട്ട് നീ മദീനയിലേക്ക് വന്നാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അക്കാലത്ത് ബാങ്കിങ് സംവിധാനങ്ങളൊന്നും നിലവിലില്ലാത്ത കാലമാണ്. നമ്മൾ പലവട്ടം പറഞ്ഞ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ സമ്പത്തുകൾ, സ്വർണവും വെള്ളിയൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടായിരുന്നു. പ്രവാചകനെയാണ് ശത്രുക്കൾ പോലും അവരുടെ സമ്പത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അത്രമേൽ സത്യസന്ധനായ പ്രവാചകനിൽ അവർക്ക് ആർക്കും സംശയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമ്പത്തുകൾ ഇങ്ങനെ നാട് വിട്ട് ഒളിച്ചോടേണ്ടി വരുന്ന അവസ്ഥയിൽ പോലും ആ സമ്പത്തുകളെല്ലാം കൃത്യമായി അവരവരുടെ വീട്ടുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവൻ പണയം വെച്ചിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന് രാത്രി നീ എൻ്റെ വിരിപ്പിൽ, എൻ്റെ കട്ടിലാണ് കിടന്നുറങ്ങേണ്ടത്. ശത്രുക്കൾ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അവർ വിചാരിക്കും പ്രവാചകൻ ഇവിടെ ഉറങ്ങുകയാണ്. പക്ഷേ ആ സമയത്ത് ഞാനും അബൂബക്കറും മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടും. അങ്ങനെ ആ രാത്രി സമയമായിരിക്കുന്നു. ശത്രുക്കൾ നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ അവർ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആളുകളായിക്കൊണ്ട് ശത്രുക്കൾ മുഴുവനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളയുകയാണ്. അവർ വീട്ടിലേക്ക് കയറിയിട്ട് പ്രവാചകനെ ആക്രമിക്കുന്നില്ല. കാരണം അവരാക്രമിക്കാൻ വരുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിൽ നിന്നും സ്ത്രീ ശബ്ദങ്ങൾ കേട്ടു എന്നാണ് പറയുന്നത്. 6-ാം നൂറ്റാണ്ടിലും അവർ ശത്രുക്കളാണെങ്കിൽ പോലും അവരും കാത്തു സൂക്ഷിക്കുന്ന ഒരു ആദർശ വിശുദ്ധിയുണ്ട്. അങ്ങനെ സ്ത്രീകളുള്ള ഒരു വീട്ടിലേക്ക് രാത്രി കയറി ചെല്ലുന്നത് അവർ വളരെ അപമാനകരമായ ഒരു കാര്യമായിട്ടാണ് കരുതിയിരുന്നത്. പിന്നീട് നൂറ്റാണ്ടുകളോളം അവരതിൻ്റെ പേരിൽ പഴി ചേർക്കപ്പെടും, കളിയാക്കപ്പെടും, വിമർശിക്കപ്പെടും എന്ന പേരിൽ അവർ അതിനും തുനിയുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുകയാണ്. വീടിൻ്റെ അകത്തളത്തിലാകട്ടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഇതെല്ലാം പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ ചെറിയ കൂരയ്ക്ക് ചുറ്റും ശത്രുക്കൾ മുഴുവനും വളഞ്ഞിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറപ്പെടാനുള്ള അനുമതി നൽകുന്നു. അള്ളാഹു പറയുന്നുണ്ട്, നിലത്ത് നിന്നും അല്പം മണ്ണ് വാരിയിട്ട് അത് ആകാശത്തേക്ക് എറിയുക. സൂറത്ത് യാസീനിലെ ഒരു ആയത്തും പറഞ്ഞു കൊടുക്കുന്നു. അത് ചൊല്ലിയതോടുകൂടെ അവിടെ കൂടിയിരിക്കുന്ന ശത്രുക്കൾക്കാർക്കും നിങ്ങളെ കാണാതെ അവർക്കിടയിലൂടെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോരാം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ആ സമയത്ത് വന്ന് പറയുകയാണ്. അങ്ങനെ തൻ്റെ വീടിന് ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ശത്രുക്കളുടെ കണ്ണിലൊന്നും പെടാതെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അവർ മേൽക്കൂരയുടെ മുകളിലൂടെ നോക്കുമ്പോൾ അവിടെ ബെഡിൽ ഒരാൾ കിടന്നുറങ്ങുന്നതായിട്ട്, പ്രവാചകൻ്റെ കട്ടിലിൽ ഒരാൾ കിടന്നുറങ്ങുന്നതായിട്ട് ശത്രുക്കൾ കാണുന്നുണ്ട്. അത് പ്രവാചകനാണ് എന്നവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സത്യത്തിൽ അത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പരീക്ഷണം നിറഞ്ഞൊരു രാത്രിയാണ്. കാരണം ശത്രുക്കളെങ്ങാനും വീട്ടിൻ്റെ അകത്തേക്ക് വന്ന് പ്രവാചകനാണ് എന്ന് കരുതിയിട്ട് വധിച്ച് കളയാനുള്ള ചാൻസുകൾ പോലും അവിടെയുണ്ട്. എന്നിട്ടും അദ്ദേഹം ധീരമായിട്ട് പ്രവാചകനെ ഏൽപ്പിച്ച് ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. മദീനയിലെത്തി കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിനോട് ഈ സംഭവത്തെപ്പറ്റി ചോദിക്കുമ്പോൾ മറ്റനുചരർ ചോദിക്കുന്നുണ്ട്, അന്ന് രാത്രി നിങ്ങൾ ഉറങ്ങിയിരുന്നു അലി, സമാധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, അത്ര ശാന്തമായി പിന്നീട് ഒരു രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ശാന്തത ഇട്ട് തരികയായിരുന്നു. വളരെ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആ രാത്രി ഞാൻ കഴിച്ചു കൂട്ടി എന്നാണ് അലി റളിയല്ലാഹു അൻഹു ആ രാത്രിയെപ്പറ്റി പിന്നീട് പറയുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൂടിയിരിക്കുന്ന ശത്രുക്കൾക്കിടയിലൂടെ ഇറങ്ങി നേരെ ചെല്ലുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കാണ്. അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന പ്രവാചകനെ വഴിയിൽ വെച്ചിട്ട് ഒരു മക്കാ മുശ്രിക്ക് കാണുകയും അദ്ദേഹം നേരെ പ്രവാചകൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ഒരുമിച്ച് കൂടി ശത്രുക്കളുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഇവിടെ നോക്കിയിരുന്നോ, മുഹമ്മദ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ എന്ന്. ആ സമയത്ത് ശത്രുക്കൾ പരിഭ്രാന്തരാവുകയാണ്. അവർ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്, മുഹമ്മദ് ഇന്ന് വരെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് കാല് വെക്കേണ്ട താമസം മുഹമ്മദിനെ ഞങ്ങൾ കൊന്നുകളയും, ഞങ്ങളിപ്പോൾ നോക്കുമ്പോഴും അവർ ആ വിരിപ്പിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്നതൊക്കെയാണ് ശത്രുക്കൾ പറയുന്നത്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അവരുടെ യാത്രക്ക് വേണ്ട ഭക്ഷണ സാമഗ്രികളെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളായിരുന്ന അസ്മാ ബീവി അന്ന് പൂർണ്ണ ഗർഭിണിയാണ്. ആ അവസ്ഥയിലാണ് അവർ തൻ്റെ പിതാവിനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വേണ്ട ഭക്ഷണം എല്ലാം പാകം ചെയ്ത് അതെല്ലാം ഒരുക്കി പാത്രത്തിലാക്കിയിട്ട് അവർക്ക് വേണ്ടി ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തയക്കുന്നത്. ഭക്ഷണം എല്ലാം പാകം ചെയ്ത പാത്രം കെട്ടാൻ അവസാനം ഒരു കയർ അന്വേഷിച്ചപ്പോൾ അത്രയും പെട്ടെന്ന് വേണ്ടതുകൊണ്ട് തന്നെ ആ പാത്രം കെട്ടാൻ വേണ്ടിയിട്ട് അവരവരുടെ അരപ്പട്ട കീറി അത്
കെട്ടുകയാണ്. ആ കാരണം കൊണ്ടാണ് പിന്നീട് ഇരട്ട അരപ്പട്ടക്കാരി എന്ന പേരിൽ അസ്മാ ബീവി ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം മദീന എന്നുള്ളത് മക്കയുടെ വടക്ക് ഭാഗത്തേക്കാണ്. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയുടെ തെക്ക് ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ പ്ലാനിങ് ആയിരുന്നു ഹിജ്റയുടെ ഏറ്റവും സവിശേഷമായ കാര്യം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമ്മൾ ഹിജ്റ വഴി പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ കൃത്യമായ പ്ലാനിങ് ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്തായാലും പ്രവാചകനെ സഹായിക്കും, മദീനയിലേക്ക് എത്തിച്ചു വരുമെന്നതൊക്കെ ഉറപ്പാണ്. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം 100% കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത് ഈ ഹിജ്റയിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ബാക്കി വഴിയെ ചെയ്തു തരും എന്നുള്ള ഒരു തവക്കുലിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ മക്കയുടെ തെക്ക് ഭാഗത്തേക്ക് അഥവാ സൗർ ഗുഹയിലേക്കാണ് അവരുടെ ആദ്യത്തെ സഞ്ചാരം നടക്കുന്നത്. അടുത്ത ദിവസം ശത്രുക്കൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് പോയി എന്നറിയുമ്പോൾ മദീനയിലേക്കുള്ള വഴികളാണ് ആദ്യം അന്വേഷിക്കുക. ആ സമയത്ത് മദീനയുടെ തെക്ക് ഭാഗത്തുള്ള ഈ സൗർ ഗുഹയിൽ 3 ദിവസം പോയിട്ട് രാപ്പാർക്കാം, അവിടെ 3 ദിവസം താമസിക്കാം. അതിനുശേഷം മക്കക്കാർ മദീനയുടെ വഴി മുഴുവനും അന്വേഷിച്ച് കഴിയുമ്പോൾ മറ്റൊരു വഴിയിലൂടെ നമുക്ക് മദീനയിലേക്ക്, ചെങ്കടലിനോട് ചേർന്നുള്ള വഴിയിലൂടെ മദീനയിലേക്ക് പോകാം എന്നതായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്ലാനിങ്. അങ്ങനെ ദിവസങ്ങൾ നീണ്ട അവരുടെ ആ ഹിജ്റ യാത്ര അവിടെ ആരംഭിക്കുകയാണ്. നടന്ന് മക്കയുടെ അതിർത്തി പ്രദേശം എത്തിയിരിക്കുന്നു. കൂരാകൂരിട്ടുള്ള രാത്രിയാണ്. മക്കയുടെ അതിർത്തി പ്രദേശം എത്തിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നിട്ട് തൻ്റെ മക്കയിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിപ്പോരാൻ ഒരു താല്പര്യവുമില്ലാത്ത തൻ്റെ അത്രയും പ്രിയപ്പെട്ട നാടായിരുന്നു മക്ക. പ്രകൃതിയാലും മനോഹരമായ കാലാവസ്ഥയാലും തന്നെ ജനിച്ചു വളർത്തിയ ആ മനോഹരമായ നാട്ടിൽ നിന്ന് ഒരിക്കലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിപ്പോരാനുള്ള താല്പര്യമില്ലായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മക്കയോട് പറയുന്നത്, മക്ക, നീ എത്ര നല്ല നാടാണ്, എന്നെ അവിടെ നിന്ന് പുറത്താക്കുമായിരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമായിരുന്നില്ല, ഞാനൊരു ദിവസം ഇവിടേക്ക് തിരിച്ചു വരും. കവി തൻ്റെ പാട്ടിലൂടെ എഴുതി വെക്കുന്നുണ്ട്, മക്ക നഗരമേ കരയൂ, കഅബതൻ നഗരമേ കരയൂ, നിൻ മാനസപുത്രൻ പോവുകയാണ്, മക്ക നഗരമേ കരയൂ എന്ന് പറയുന്നിടത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്ന മക്കയുടെ ആ വേദന കവി അവിടെ ഒപ്പിയെടുക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കൂരിരുട്ടിൽ ഇത്രയും ദുർഘടമായ വഴികളിലൂടെ അവർ സൗർ ഗുഹയിലേക്ക് നടക്കുകയാണ്. മരുഭൂമിയെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ദുഷ്കരമായ പാതകളാണ് അവർക്ക് താണ്ടാനിരിക്കുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ അത്രമേൽ ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയായിരുന്നു സൗർ ഗുഹയിലേക്കുള്ള യാത്ര. മാത്രമല്ല മലമുകളിലാണ് സൗർ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അല്പദൂരം നടന്നപ്പോഴേക്കും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാല് പൊട്ടി ചോരയൊലിക്കാൻ തുടങ്ങുന്നു. ഉടനടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അത് കണ്ടു നിൽക്കാനുള്ള ക്ഷമയില്ല. തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാല് വേദനിച്ച് രക്തമൊലിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൻ്റെ കൈകളിൽ എടുത്തിട്ട് പിന്നീടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്ന് നീങ്ങുന്നത്. മലയുടെ സമീപ പ്രദേശത്തെത്തിയപ്പോൾ പിന്നീട് മല മുഴുവനും കയറിയിട്ട് വേണം ആ ഗുഹയിലേക്ക് എത്തിച്ചേരാൻ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തോളിലേറ്റിയിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സൗർ ഗുഹയുടെ മലമുകളിലേക്ക് നടന്ന് കയറുന്നത്. ആ പ്രവാചക അനുരാഗിയുടെ പ്രവാചക പ്രേമം എത്രത്തോളം ആയിരുന്നു എന്ന് ഈ ഹിജറയുടെ അധ്യാപനം മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഗുഹയുടെ മുന്നിലെത്തി കഴിഞ്ഞപ്പോൾ സൗർ ഗുഹയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുഹ എന്നൊന്നും വിളിക്കാൻ പോലും പറ്റില്ല. അവിടെ പോയവർക്കറിയുന്നതാണ്, വളരെ ഇടുങ്ങിയ ഒരാൾക്ക് അല്ലെങ്കിൽ 2 ആൾക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രദേശം മാത്രമാണ് ആ ഗുഹ എന്നുള്ളത്. ഗുഹ എന്ന തരത്തിലേക്ക് നമ്മുടെ സങ്കല്പത്തിൽ പെടുന്ന ഒരു ഇടമല്ല സൗർ ഗുഹ എന്നുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയും അവിടെ മുഴുവനും വൃത്തിയാക്കുകയും അവിടെ എന്തെങ്കിലും ക്ഷുദ്രജീവികൾ ഉണ്ടെങ്കിൽ അത് തന്നെ ആക്രമിച്ചോട്ടെ, തൻ്റെ പ്രവാചകന് അതൊരു പോറൽ പോലും ഏൽപ്പിക്കരുത് എന്ന നിതാന്തമായ ജാഗ്രതയായിരുന്നു. അങ്ങനെ അവിടെ മുഴുവനും വൃത്തിയാക്കി അവിടുത്തെ പാർശ്വഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ചില പൊത്തുകളെല്ലാം അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ വസ്ത്രം കീറിയിട്ട് അടക്കുകയാണ്. ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അകത്തേക്ക് വിളിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകട്ടെ ഏറെ ദൂരം നടന്ന് അവിടുത്തെ കാലുകളെല്ലാം വിണ്ടുപോയി വളരെ വേദനയോടുകൂടെ ക്ഷീണിച്ച അവശനായിട്ടിരിക്കുകയാണ്. 2 പേർക്കും കൂടെ കിടക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ഇരിക്കുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളുടെ മടിയിൽ കിടന്ന്
ക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുന്നത് തൻ്റെ മുന്നിലുള്ള ഒരു മാളം അത് താൻ നേരത്തെ അടക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഉടനടി ഈ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കം ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് തൻ്റെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് തന്നെ ആ മാളം അടച്ചു പിടിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ മാളത്തിൽ നിന്ന് വന്ന ഒരു പാമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ ആഞ്ഞു കുത്തുകയാണ്. ഇഷ്കിലലിഞ്ഞ ചില പണ്ഡിതന്മാർ പറയുന്നത് പ്രവാചകനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കാലങ്ങളോളം അതിനു വേണ്ടി കാത്തിരുന്ന ഒരു പാമ്പായിരുന്നു അത് എന്നാണ്. മദീനയിലെത്തി അത്ര കാലം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നടത്തിയിരുന്ന ഒരു ഈന്തപ്പന തടി പിന്നീട് പുതിയ മിമ്പർ ലഭിച്ചപ്പോൾ അത് ഉപേക്ഷിച്ച വേളയിൽ ആ ഈന്തപ്പന മരത്തടി കരഞ്ഞത് മദീന പള്ളിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും കേട്ടതാണ്. അതുകൊണ്ട് പ്രവാചകനെ കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരു പാമ്പിൻ്റെ ചരിത്രം നമുക്ക് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ മരങ്ങൾ മുഴുവനും സലാം പറയുമായിരുന്നു, കല്ലുകൾ സലാം പറയുമായിരുന്നു, ഒട്ടകങ്ങളും മാനുകളും അടക്കം അവിടത്തോട് വന്ന് പരാതി പറയുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ സ്വഹാബിമാരും മുഴുവനും റിപ്പോർട്ട് ചെയ്യുന്ന പ്രസിദ്ധങ്ങളായ ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകനെ കാണാൻ വേണ്ടി കാത്തിരുന്ന ആ പാമ്പ് തൻ്റെ മുന്നിലുണ്ടായിരുന്ന തടസ്സം നീക്കാൻ വേണ്ടിയിട്ടാണ് അബൂബക്കർ തങ്ങളെ കൊത്തുന്നത്. ഉടനടി വേദനയുടെ കാഠിന്യം കാരണത്താൽ ഒരുപാട് പിടിച്ചമർത്താൻ ശ്രമിച്ചുവെങ്കിലും തൻ്റെ ശരീരം അതിനെ അനുവദിക്കാതെ തൻ്റെ കണ്ണിൽ നിന്നുള്ള ഒരു കണ്ണുനീര് തൻ്റെ മടിയിൽ കിടക്കുന്ന തൻ്റെ പ്രേമഭാജനമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കത്തെ ശല്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ്റെ ശരീരത്തിലേക്ക് ഉറ്റി വീഴുകയാണ്. ഉടനടി പ്രവാചകൻ ഞെട്ടി ഉണരുന്നു. എന്ത് പറ്റിയ അബൂബക്കർ? കാലിൽ പാമ്പ് കൊത്തി നബിയെ. പ്രവാചകൻ അവിടുത്തെ ഊമനീരെടുത്തിട്ട് കാലിൽ പുരട്ടിക്കൊടുക്കുന്നു. ഉടനടി ആ വിഷമെല്ലാം ഇറങ്ങിപ്പോവുകയാണ്. ഇങ്ങനെ മനോഹരമായ ആ പ്രണയാതുരമായ സന്ദർഭമൊക്കെ നടക്കുന്നത് ഈ ഹിജ്റയിൽ വെച്ചുകൊണ്ടാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയായിരുന്നു ഹിജ്റ എന്നുള്ളത്. ഈ സൗർ ഗുഹയിൽ എത്തിക്കഴിഞ്ഞാൽ 3 ദിവസം അവിടേക്ക് ഭക്ഷണവുമായി വരേണ്ട ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായിരുന്ന അസ്മാ ബീവിയായിരുന്നു. നമ്മൾ പറഞ്ഞു പൂർണ്ണ ഗർഭിണിയാണ് അവർ. ആ വേളയിൽ പോലും ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി വന്നുകൊണ്ട് സൗർ ഗുഹയിൽ ഇവർക്ക് 3 ദിവസവും ഭക്ഷണം കൊടുക്കുന്നത് അസ്മാ ബീവിയാണ്. മാത്രമല്ല അബൂബക്കർ തങ്ങളുടെ ചെറിയൊരു മകനുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ. ചെറിയ കുട്ടിയാണെങ്കിലും വളരെ ബുദ്ധി സാമർഥ്യമുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയിൽ അങ്ങാടിയിലൊക്കെ പോയി നിന്നുകൊണ്ട് അവിടെ നടക്കുന്ന ന്യൂസുകൾ മുഴുവനും പ്രവാചകൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്നത് ഈ അബ്ദുള്ള എന്ന ചെറിയ കുട്ടിയാണ്. മാത്രമല്ല ഈ രണ്ടുപേരും വന്നു പോകുന്ന കാലടി അടയാളങ്ങൾ, മരുഭൂമിയിലായതുകൊണ്ട് തന്നെ ഒരാൾ നടന്നു പോയാൽ അയാൾ പോകുന്നിടത്തെല്ലാം അയാളുടെ കാൽപ്പാടുകൾ ഉണ്ടാവും. അത് മായ്ക്കാൻ വേണ്ടിയിട്ട് ആമിർ ബിൻ ഫുഹൈറ എന്ന ഒരു ആട്ടിടയനെ കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കുന്നുണ്ട്. ഈ അബ്ദുള്ളയും അസ്മാ ബീവിയും വന്നു പോകുന്ന വഴിയിലുടനീളം രാവിലെയും വൈകുന്നേരവും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിനെ തെളിച്ച് കൊണ്ടുപോവുക, അവരുടെ കാലടയാളം മുഴുവനും മായ്ച്ചു കളയുക എന്നുള്ളതായിരുന്നു ഈ ആമിർ ബിൻ ഫുഹൈറ ഏൽപ്പിച്ചിരുന്ന ദൗത്യം. മാത്രമല്ല ആ ആടുകളിൽ നിന്നുള്ള പാല് കുടിക്കാനുള്ള സൗകര്യവും അവർ അതിലൂടെ ഒരുക്കുകയായിരുന്നു. ഇങ്ങനെ കൃത്യമായ പ്ലാനിങ്ങുകളിലൂടെയായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ക്രിയേറ്റ് ചെയ്തിരുന്നത്. മക്കയിലുള്ള സാഹചര്യം ഈ അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ എന്ന ചെറിയ കുട്ടി അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വളരെ ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു, സാമർത്ഥ്യമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ കേവലം ആളുകളുടെ കാഴ്ചക്കിടയിൽ ഒരു കുട്ടി എന്നതിനപ്പുറം അവർ കാര്യമായിട്ട് ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി അവരുടെ ഇടയിലൊക്കെ പോയിരിക്കും. ഒരു കുട്ടിയാണ്, അവർ കാര്യമായിട്ട് എടുക്കുകയില്ല, അവരുടെ ചർച്ചകൾ മുഴുകും. ശേഷം ആ വാർത്തകളെല്ലാം വന്നുകൊണ്ട് പ്രവാചകൻ്റെ അടുത്തേക്കും അബൂബക്കർ തങ്ങളുടെ അടുത്തേക്കും ഈ അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏൽപ്പിച്ചിരുന്ന ആളുകളെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന് ചുറ്റും കൂടിയിരിക്കുകയാണ്. അടുത്ത ദിവസം പ്രഭാതത്തിൽ അലി റളിയല്ലാഹു അൻഹു ഉറക്കൽ നിന്ന് എഴുന്നേറ്റ് വന്നത് കണ്ടപ്പോൾ അവരെല്ലാവരും എളിഭ്യരായി പോവുകയാണ്. തങ്ങൾ ഇത്രത്തോളം പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് ആ സമയത്താണ് അവരറിയുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും അടുത്ത് വരികയും ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ എന്താണ് എന്നോട് ചോദിക്കുന്നത്, പ്രവാചകൻ എവിടേക്ക് പോയി എന്നതുപോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സന്ദർഭത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരത്രത്തോളം അപമാനിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരു രാത്രി മുഴുവനും കാവലിരുന്നിട്ടും വധിക്കാൻ വേണ്ടി തയ്യാറായിട്ടും അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഖുറൈശികളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് പോയിട്ടുണ്ട്, മദീനയിലേക്ക് എത്താനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും മുഹമ്മദിനെ വധിച്ചു കളയണം, മദീനയിലേക്ക് എത്തരുത് എന്നതായിരുന്നു അവരുടെ തീരുമാനം. ആ മീറ്റിങ്ങിൽ അവർ ഒരു സുപ്രധാനമായൊരു തീരുമാനം എടുക്കുന്നു.
100 ഒട്ടകങ്ങളുടെ വലിയ ഇനാം പ്രഖ്യാപിക്കുകയാണ്. 100 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാഹനവും ചരക്കുമാണ്. ഇന്നത്തെ കാലത്ത് 100 ബെൻസ് കാറുകൾ ഉള്ളതുപോലെയാണ് ഒരാൾക്ക് 100 ഒട്ടകം കിട്ടുക എന്ന് പറഞ്ഞാൽ. അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള സമ്മാനമായിരുന്നു, ഗിഫ്റ്റായിരുന്നു അന്നത്തെ കാലത്ത് 100 ഒട്ടകം. അത്രയും വലിയൊരു ഗിഫ്റ്റാണ് പ്രവാചകനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ച് മക്കയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നവർക്ക് അബൂജഹലും കൂട്ടരും പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനം കേട്ട ഉടനെ മക്കയിലുണ്ടായിരുന്ന യുവാക്കളും മുഴുവൻ ഇളകുകയാണ്. മദീനയിലേക്ക് പോകുന്ന 4 വഴികൾ അവരന്വേഷിച്ചിറങ്ങുന്നു. പക്ഷേ അവിടെയൊന്നും പ്രവാചകന്റെ ഒരു പൊടി പോലും അവർക്ക് ലഭിക്കുന്നില്ല. ആ പ്രഖ്യാപനത്തിന് ശേഷം അബൂജഹൽ നേരെ ചെല്ലുന്നത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്കാണ്. അബൂജഹലിന് അറിയുമായിരിക്കും എവിടേക്കാണ് മുഹമ്മദ് പോയതെന്ന്. അവിടെ ചെന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെയും കാണാനില്ല. വാതിൽ മുട്ടിയപ്പോൾ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അസ്മാ ബീവി റളിയല്ലാഹുവിനെയാണ്. പൂർണ്ണ ഗർഭിണിയാണ്. എവിടെയാണ് നിന്റെ പിതാവെന്ന് അബൂജഹൽ വളരെ കാർക്കശത്തോടെ ചോദിക്കുന്നു. എനിക്കറിയില്ല എന്ന് പറഞ്ഞതോടെ ആ ഭീമാകരമായ കൈകൊണ്ട് അസ്മാ ബീവിയുടെ മുഖത്തടിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ പോലും ആ അടിയുടെ ആഘാതത്താൽ തെറിച്ചുപോയി എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ആ സ്ത്രീയാണ് അബൂജഹൽ അത്രത്തോളം ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നത്. ഉടനടി അബൂബക്കർ തങ്ങളുടെ പിതാവായിരുന്ന അബൂ ഖുഹാഫ അവിടേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നത് അബൂബക്കർ എല്ലാ സമ്പത്തും കൊടുത്തുകൊണ്ടാണ് മദീനയിലേക്ക് പോയത് എന്ന വലിയ പരാതിയായിരുന്നു. എൻ്റെ മക്കൾക്ക് അവനൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്നതൊക്കെയാണ് പറയുന്നത്. ആ സമയത്ത് അസ്മാ ബീവി നമ്മൾ പറഞ്ഞു വളരെ സമർത്ഥയായിട്ട് ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അബൂ ഖുഹാഫക്ക് അക്കാലത്ത് വാർദ്ധക്യം കാരണത്താൽ കണ്ണിൻ്റെ കാഴ്ച മുഴുവനും മങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് അസ്മാ ബീവി പറയുന്നു, ഇല്ല വല്ലിപ്പ, ബാപ്പ എല്ലാ ഹൈറുകളും ഞങ്ങൾക്കിവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയിട്ടുള്ളത് എന്ന്. ശേഷം ഒരു മൺകലമെടുത്തിട്ട് അതിലേക്ക് കല്ലുകൾ നിറച്ച് അതിൻ്റെ വായുഭാഗം ഇങ്ങനെ കെട്ടിയിട്ട് അബൂ ഖുഹാഫയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. ബാപ്പ ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചാണ് പോയിട്ടുള്ളത്, ഹൈറും മുഴുവൻ ഉപേക്ഷിച്ചു എന്ന് അസ്മാ ബീവി ഉദ്ദേശിക്കുന്നത് ദീനിനെ സംരക്ഷിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തൊക്കെയാണ്. പക്ഷേ ഈ ഒരു സംഭവം കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കല്ലാണ് എന്നൊന്നും അന്ധനായിരിക്കുന്ന അബൂ ഖുഹാഫക്ക് അറിയുന്നില്ല. അത് അയാളുടെ കയ്യിൽ പിടിച്ചപ്പോൾ നല്ല കനമുണ്ട്, അതുകൊണ്ട് പൈസ മുഴുവനും ഇവിടെ വെച്ചിട്ടാണ് അബൂബക്കർ തങ്ങൾ പോയത് എന്ന് അബൂ ഖുഹാഫ വിചാരിക്കുന്നു. സത്യത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ 8000 ദിർഹമോളം പൈസ എടുത്തിട്ടാണ് ആ യാത്രക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിജറ പലായനത്തിന് വേണ്ടിയിട്ട് മദീനയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. ആ സാഹചര്യത്തൊക്കെ വളരെ മനോഹരമായിട്ട് അസ്മാ ബീവി കൈകാര്യം ചെയ്യുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരയാനുള്ള ആ ഇൻവെസ്റ്റിഗേഷൻ ടീം മക്കയിൽ നിന്നുള്ള എല്ലാ യുവാക്കളും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവർ മദീനയുടെ വഴിയെല്ലാം പോയി അന്വേഷിച്ചു, കണ്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്രയും കൃത്യമായ പ്ലാനിങ് പോലും അവർ പിന്തുടർന്ന് അവർ സൗർ ഗുഹയുടെ പടിവാതിൽക്കൽ പോലും എത്തി എന്നുള്ളതാണ് ചരിത്രം. സൗർ ഗുഹയുടെ മുന്നിലെത്തിക്കൊണ്ട് അവർ പറയുന്നുണ്ട്, ഇതുവരെ മുഹമ്മദ് എത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് എന്തായി എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അവർ പരസ്പരം പറയുന്നത്. അവർ പറയുന്നുണ്ട്, മുഹമ്മദ് ഇവിടെ എവിടെയോ ഉണ്ട്, നമ്മൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അവൻ ഇവിടെയുണ്ട്, പക്ഷേ അവൻ്റെ മായാജലം കൊണ്ടാണ് നമുക്ക് അവനെ കാണാത്തത് എന്നൊക്കെ ഖുറൈശികൾ പരസ്പരം സംസാരിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പ്രവാചകനും ഗുഹക്കകത്തിരുന്ന് കേൾക്കുകയാണ്. അബൂബക്കർ തങ്ങൾ പറയുന്നുണ്ട്, നബിയെ, അവരവരുടെ കാലിൻ്റെ ഭാഗത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണും നബിയെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ശാന്തമായി ഖുർആൻ പാരായണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അബൂബക്കർ തങ്ങളോട് പറയുന്നത്, പേടിക്കേണ്ടതില്ല അബൂബക്കർ, നമ്മൾ രണ്ടുപേരും മാത്രമാണെന്നാണെന്ന് വിചാരിച്ചിരിക്കുന്നത്, നമ്മുടെ കൂടെ മൂന്നാമതായി റബ്ബ് കൂടെയുണ്ട്. ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അക്കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്ന ആയത്തുകൾ മുഴുവനും മുൻ പ്രവാചകന്മാരുടെ ചരിത്രമാണ്. അതിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നത് ശത്രുക്കളൊക്കെ ഏത് ഘട്ടത്തിൽ വന്നാലും അടിയുറച്ച് ഇസ്ലാമിൽ വിശ്വസിച്ചുകൊണ്ട് ആ സന്ദർഭങ്ങൾ മുഴുവനും നേരിടുക എന്നുള്ളതാണ്. ആ സമയത്താണ് മക്കയിലായിരിക്കുന്ന വേളയിലാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രമൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടിട്ട് അത്രമേൽ സുശക്തമായിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സാഹചര്യങ്ങളെ മുഴുവനും നേരിടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ കാണാത്ത സൈന്യങ്ങൾ കൊണ്ട് പ്രവാചകനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ശത്രുക്കളിൽ നിന്നും മറച്ചു വെച്ചു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ചിലന്തികൾ ആ ഗുഹയ്ക്ക് മുന്നിൽ വലയിട്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ നഷ്ടപ്പെടുത്തി. മാത്രമല്ല ആ പ്രാവ് മുട്ടയിട്ട് അടയിരിക്കാൻ തുടങ്ങി. ശത്രുക്കൾ വന്നുകൊണ്ട് പറയുന്നുണ്ട്, അവർ ഈ ഗുഹയുടെ അകത്തെങ്ങാനും ഉണ്ടാവുമോ? ആ സമയത്ത് അതിലുള്ള സമർത്ഥരായ ആളുകൾ പറയുന്നു, അത് മുഹമ്മദ് ജനിച്ചപ്പോഴുള്ള
ചിലന്തി വലയാണ് ആ കാണുന്നത്. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് അവർ പ്രവേശിക്കുക എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല മലക്കുകളെ അതിൻ്റെ മുന്നിൽ അണിനിരത്തി അവരുടെ കാഴ്ച മുഴുവനും, അതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ച മുഴുവനും മറച്ചു കളഞ്ഞു എന്നതൊക്കെയും ചില ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും കിട്ടാതായപ്പോൾ ആ തിരച്ചിൽ സംഘം സൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങിയിട്ട് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അവർ മറ്റു വഴികളൊക്കെ അന്വേഷിക്കുന്നു. പിന്നീട് 3 ദിവസത്തെ സൗർ ഗുഹയുടെ യാത്രയ്ക്ക് ശേഷം അന്നാണ് അവരുടെ ഹിജ്റ യാത്ര ആദ്യമായിട്ട് മദീനയിലേക്ക് തുടങ്ങുന്നത്. അതിൽ നിന്ന് മനോഹരമായൊരു പാഠം എന്തെന്ന് വെച്ചാൽ, ഇവർക്ക് രണ്ടുപേർക്കും ഗൈഡായി, വഴികാട്ടിയായി അവർക്ക് വരുന്നത് മക്കയിലുണ്ടായിരുന്ന മറ്റൊരു അവിശ്വാസിയായിരുന്ന ഒരാളാണ്. അബ്ദുല്ലാഹിബിൻ ഉറൈഖി തന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വസ്തനായ ഒരു അവിശ്വാസിയായ ആളാണ് ഇവർക്ക് രണ്ടുപേർക്കും വഴികാട്ടിയായിക്കൊണ്ട് ആ ഹിജ്റയിലുടനീളം നമ്മൾ കാണുന്നത്. അവിശ്വാസിയാണെങ്കിൽ പോലും നമുക്ക് അവരുമായിട്ട് സഹകരിക്കേണ്ട അവസരങ്ങളിലൊക്കെ ഇതുപോലെ അവരുമായിട്ട് ചേർന്ന് നിൽക്കാനാണ് അള്ളാഹുവും ദീനും ഒക്കെ നമുക്ക് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ അബ്ദുല്ലാഹിബിൻ ഉറൈഖിത്ത് അവർ നേരത്തെ അബൂബക്കർ തങ്ങൾ വാങ്ങി വെച്ച ശക്തമാക്കിയെടുത്ത 2 ഒട്ടകങ്ങളെയുമായിട്ട് ഇവിടേക്ക് വരുന്നു. സൗർ ഗുഹയിൽ നിന്ന് അവരുടെ യാത്ര ആ റബീഉൽ അവ്വൽ 1-ാം തീയതി ആരംഭിക്കുകയാണ്. ക്രിസ്താബ്ദം 622 സെപ്റ്റംബർ 16-നാണ് അവരുടെ യാത്ര തുടങ്ങുന്നത്. മദീനയിലേക്കുള്ള ഒരു കൃത്യമായ അന്ന് സഞ്ചരിച്ചിരുന്ന ഒരു വഴിയുണ്ടായിരുന്നു. അത് തിരഞ്ഞെടുക്കാതെ ചെങ്കടലിനോട് സമീപമുള്ള മറ്റൊരു വഴിയാണ് അവർ സ്വീകരിക്കുന്നത്. ചില സന്ദർഭങ്ങളിലെല്ലാം ഈ മദീനയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴികളിലൂടെ അവർ സഞ്ചരിക്കുന്നുണ്ട്. കാരണം അവിടെ നിന്ന് അവർക്ക് ഭക്ഷണം സ്വീകരിക്കാനുണ്ട്. തുടങ്ങി സന്ദർഭങ്ങളിലൊക്കെയാണ് അവർ ആ വഴി സ്വീകരിക്കുന്നത്. ഭക്ഷണങ്ങളൊക്കെ വഴിയിൽ പോകുന്ന സന്ദർഭങ്ങളിൽ അവർ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വേളയിൽ മദീനയിലേക്ക് പോകുന്ന ഇടങ്ങളിലെല്ലാം ടെൻറ്റുകളിൽ ഭക്ഷണം വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ മാത്രമാണ് അവർ ഈ വഴിയിലേക്ക് കയറുന്നത്. മറ്റു സന്ദർഭങ്ങളിലെല്ലാം അവർ പോകുന്ന പ്രധാന വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് മക്ക ടു മദീനയിലേക്കുള്ള പ്രധാന ഹൈവേ നിലനിൽക്കുന്നത് ഇവർ അന്ന് ഹിജ്റയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ആ വഴിയിലൂടെയായിരുന്നു എന്നുള്ളതാണ്. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഹിജ്റയുടെ ചരിത്ര പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി എത്രയോ ഗവേഷണ ഗ്രന്ഥങ്ങൾ നിലവിൽ വന്നതായിട്ട് കാണാം. ഈ വീഡിയോക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് അതിൻ്റെ ആ ബാഹുല്യം കണ്ട് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. എത്രയോ അറബി ചരിത്ര പണ്ഡിതന്മാർ ഇന്നും അതിൻ്റെ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ ആ സൗർ ഗുഹ മുതൽ മദീന വരെ കാൽനടയായിട്ട് പോയി പ്രവാചകൻ നിന്ന ഓരോ പോയിന്റ് പോലും പഠിച്ചുകൊണ്ട് ആ ചരിത്ര സന്ദർഭങ്ങൾ മുഴുവനും പഠിക്കുന്ന എത്രയോ ഗ്രന്ഥങ്ങൾ ഇതിൻ്റെ ഗവേഷണാവസ്ഥയിൽ എനിക്ക് വായിക്കേണ്ടി വന്നു. വളരെ മനോഹരമായ ആ ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവനും ഒപ്പിയെടുക്കുന്ന, സൂക്ഷ്മമായ മരുഭൂമിയിലെ കാലാവസ്ഥകളെപ്പോലും ആ അവസരത്തിൽ വിശദീകരിക്കുന്ന എത്രയോ ഗ്രന്ഥങ്ങൾ ഈ അവസരത്തിൽ ഞാൻ കാണുന്നുണ്ട്. ആ പഠനങ്ങൾ ഇന്നും തുടർന്നു പോകുന്നു എന്നുള്ളത് വളരെ മനോഹരമായ കാര്യമാണ്. അന്ന് നബി സഞ്ചരിച്ച അതേ വഴിയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് ഇന്ന് ആധുനിക ലോകമൊക്കെ കണ്ടെത്തുന്നു. അതുകൊണ്ടാണ് അതുവഴി പിന്നീട് ഹൈവേ ഒക്കെ വരുന്നതൊക്കെ ചെയ്യുന്നത്. അവരുടെ യാത്രാ രീതി എന്തെന്ന് വെച്ചാൽ രാത്രിയാണ് അവരുടെ സഞ്ചാരം മുഴുവനും നടക്കുന്നത്. കാരണം പകൽ അത്രയും കടുത്ത വെയിലാണ്, മരുഭൂമിയിലൂടെയുള്ള യാത്ര അത്രമേൽ അവരെ ബുദ്ധിമുട്ടിക്കും. മാത്രമല്ല അവരെ തിരഞ്ഞിറങ്ങുന്ന മക്കാരാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാനും വേണ്ടിയിട്ട് അവർ രാത്രി മാത്രമാണ് സഞ്ചരിക്കുന്നത്. പകൽ മുഴുവനും അവർ വിശ്രമിക്കുകയാണ്. അങ്ങനെ ആ കൊടും ചൂടുള്ള മരുഭൂമിയിലൂടെ ഈ റെസ്റ്റും താമസവും യാത്രയൊക്കെ ആയിട്ട് അവരുടെ ആ ഹിജ്റ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം അങ്ങനെ അവർക്ക് പകൽ തങ്ങാൻ വേണ്ടി അവരൊരു പാറയൊക്കെ അന്വേഷിച്ച് പോകുന്ന മനോഹരമായ സന്ദർഭമൊക്കെ ഉണ്ട്. അങ്ങനെ ആ പാറയുടെ സമീപത്തേക്ക് ചെല്ലുകയും അവിടെ ശത്രുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഒരാൾക്ക് വേണ്ടി കിടക്കാൻ മാത്രമുള്ള ഇടമുള്ളൂ. അവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂബക്കർ തങ്ങൾ കിടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം അവർ രണ്ടുപേരും അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ആട്ടിടയൻ തൻ്റെ ആടുകളുമായിട്ട് ആ വഴി വരുന്നു. അബൂബക്കർ തങ്ങൾ ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആടിൻ്റെ പാല് ഞങ്ങൾക്ക് തരുമോ, എൻ്റെ കൂടെയുള്ള ആൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അബൂബക്കർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മരക്കോപ്പയിലേക്ക് ആ കുട്ടി നൽകിയ പാലുമായിട്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നു. പ്രവാചകൻ്റെ ഉറക്കം ശല്യപ്പെടുത്താൻ അബൂബക്കർ തങ്ങൾ ശ്രമിക്കുന്നില്ല. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാല് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന് നൽകുന്നു. അവിടെ അബൂബക്കർ തങ്ങൾ പറയുന്നത്, എനിക്ക് തൃപ്തിയാവോളം നബി കുടിച്ചു എന്നുള്ള സന്ദർഭമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയാൽ അബൂബക്കറിൻ്റെ ക്ഷീണം മാറുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചാൽ അബൂബക്കറിൻ്റെ ദാഹം മാറുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അബൂബക്കറിൻ്റെ വിശപ്പ് മാറുന്നു. പ്രണയത്തിൻ്റെ
ഏറ്റവും അതുല്യമായ അധ്യാപനങ്ങൾ, പ്രവാചക സ്നേഹത്തിൻ്റെ ദീപ്തമായ സന്ദർഭങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ വിശ്രമശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും അവരുടെ വഴി കാട്ടിയും വീണ്ടും അവരുടെ യാത്ര തുടരുകയാണ്. ആ സമയത്താണ് ബനൂ മുദ്ലിജ് ഗോത്രക്കാരായ കുറച്ച് ആളുകൾ അവരവരുടെ വേട്ടയ്ക്ക് ശേഷം ഏതോ നാട്ടിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് പോവുകയാണ്. അവർ വഴിയിൽ വെച്ച് ഈ 3 പേരെയും കാണുന്നുണ്ട്. അവർ കാര്യമാക്കി എടുക്കുന്നില്ല, അവർ ശ്രദ്ധിക്കാതെ തിരിച്ച് മക്കയിലേക്ക് തന്നെ പോകുന്നു. ബനൂ മുദ്ലിജ് ഗോത്രക്കാരായ ആ വേട്ടക്കാർ അവർ കഅബയുടെ സമീപത്തെത്തി പതിവ് പോലെ അവരുടെ തവാഫൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ വേട്ടക്കഥകൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആ ബനൂ മുദ്ലിജ് ഗോത്രക്കാർക്കിടയിൽ ചെന്നുകൊണ്ട് അവരുടെ കഥ പറയുന്നതിനിടയിൽ വേട്ടക്ക് പോയ വീരസാഹസ കഥകളൊക്കെ അവരിങ്ങനെ പറയുമായിരുന്നു. നമ്മൾ പലവട്ടം അറബികളുടെ ഈ ശൈലിയെപ്പറ്റി പറഞ്ഞതാണ്. അതിനിടയിൽ അവർ വഴിയിൽ വെച്ച് കണ്ട ഈ 3 പേരുടെ കാര്യം പറയുകയാണ്. തങ്ങൾ വഴിയിൽ വെച്ച് ഒരു 3 ആളുകളെ കണ്ടിരുന്നു. ഞങ്ങൾ വിചാരിക്കുന്നത് അത് മുഹമ്മദും അവൻ്റെ കൂടെയുള്ള ഹിജറക്ക് പോയ ആളുകളുമാണ് എന്നതാണ്. ആ സമയത്ത് ആ ബനൂ മുദ്ലിജ് ഗോത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കുശാഗ്ര ബുദ്ധിക്കാരനായ ഒരാൾ, സുറാഖത്ത് ബിൻ മാലിക്, ഖുറൈശികൾ പ്രഖ്യാപിച്ച പ്രവാചകനെ പിടിച്ചു കൊണ്ട് ചെന്നാൽ 100 ഒട്ടകങ്ങളുടെ വലിയ ഇനാം, വലിയ പ്രതിഫലത്തിൻ്റെ വാർത്ത അയാളുടെ മനസ്സിലുണ്ട്. ഈ വേട്ടക്ക് പോയ ആളുകൾ ഈ 3 ആളുകളെ കണ്ട വിവരം പറഞ്ഞപ്പോൾ അത് മുഹമ്മദാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് എന്നിരുന്നുകൊണ്ട് പറയുന്നുണ്ട്, അത് അവരൊന്നുമല്ല, അതിവിടെ ഒട്ടകം നഷ്ടപ്പെട്ട് അവരെ തിരഞ്ഞിറങ്ങിയ 3 ആളുകളാണ്, മുഹമ്മദും സംഘവും ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ചയുടെ ഗതി മാറ്റിവിടുകയാണ്. സുറാഖക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് മുഹമ്മദും അബൂബക്കറും അവരുടെ വഴികാട്ടിയുമായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ആ വിവരം പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന ആ 100 ഒട്ടകങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്താലായിരുന്നു അവരുടെ എല്ലാം ശ്രദ്ധ മാറ്റിയത്. പിന്നീട് ആ സദസ്സിൻ്റെ ചർച്ച പതിയെ ഇങ്ങനെ മറ്റു വിഷയങ്ങളിലേക്കൊക്കെ കടന്നപ്പോൾ സുറാഖ പതിയെ അവിടെ നിന്ന് ഇറങ്ങി തൻ്റെ അടിമയോട് തൻ്റെ വീടിൻ്റെ പിറകിലേക്ക് നല്ല ഒരു കുതിരയെ കൊണ്ടുവരാൻ പറയുകയും അവിടേക്ക് സുറാഖ ചെന്നുകൊണ്ട് അയാൾ പറഞ്ഞ ആ വഴിയിലേക്ക് കുതിരയെ ശക്തമായി ഓടിച്ചു വിട്ടുകൊണ്ട് പ്രവാചകനെയും അബൂബക്കറിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഓടിച്ചില്ലുകയാണ്. സുറാഖയെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയുടെ മകനാണ് അദ്ദേഹം. എല്ലാവിധ കാലച്ചകളും കാൽപ്പാടുകളും മരുഭൂമിയിൽ നിന്ന് വായിച്ചെടുത്തുകൊണ്ട് മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയവരൊക്കെ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ ഇതിനു പറ്റിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഏറ്റവും മികച്ച ആളായിരുന്നു സുറാഖത്ത് ബിൻ മാലിക്. അതുകൊണ്ട് തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് പ്രവാചകനെയും അബൂബക്കറിനെയും അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ വളരെ അസ്വസ്ഥതയോടെയാണ് ഹിജ്റ തുടരുന്നത്. ഒരിക്കൽ പ്രവാചകൻ്റെ മുന്നിലൂടെ സഞ്ചരിക്കുന്നു. മുന്നിൽ നിന്ന് ശത്രുക്കൾ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ്റെ പിറകിൽ സഞ്ചരിക്കും, അതിലൂടെ ശത്രുക്കൾ വരുന്നുണ്ടോ. കുറച്ച് കഴിയുമ്പോൾ പ്രവാചകൻ്റെ വലതുഭാഗത്തിലൂടെ സഞ്ചാരം തുടരുന്നു. കുറച്ച് കഴിയുമ്പോൾ പ്രവാചകൻ്റെ ഇടതുഭാഗത്തിലൂടെ. ഇങ്ങനെ ഒരു സർക്കിൾ മോഷനിലാണ് പ്രവാചകനെ വലയം വെച്ചുകൊണ്ടുള്ള, പ്രവാചകനെ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിറകിൽ നിന്നും ആ കുതിരക്കുളമ്പടികൾ അബൂബക്കർ തങ്ങൾ കേൾക്കുകയാണ്. ഉടനടി പ്രവാചകനോട് വിളിച്ചു പറയുന്നു, നബിയെ, സുറാഖ നമ്മുടെ പിറകിലുണ്ട്, നമ്മളെ പിടിക്കാൻ വേണ്ടി വരികയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രയധികം ശാന്തതയോടുകൂടെ അപ്പോഴും ആ ഖുർആനിക പാരായണത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്, ലാ തഖഫ് അബൂബക്കർ, ഒരിക്കലും പേടിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ആ ശാന്തി സമാധാനങ്ങൾ അബൂബക്കറിലേക്ക് ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും പിടിക്കാൻ വേണ്ടിയിട്ട് സുറാഖത്ത് ബിൻ മാലിക് അടുത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ തൊട്ടടുത്തെത്തി കഴിഞ്ഞപ്പോൾ സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ കുതിരയുടെ കാലുകൾ മുഴുവനും മണ്ണിലേക്ക് ആഴ്ന്നു പോവുകയാണ്. അദ്ദേഹം അതിൽ നിന്നും തെറിച്ചു വീണു. എന്തുപറ്റി എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഉടനടി അറബികൾ കാര്യമായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു നറുക്കെടുപ്പ് ശീലം ഉണ്ടായിരുന്നു. അവരുടെ ഭാഗ്യം പരീക്ഷിക്കുന്നൊരു തന്ത്രമായിരുന്നത്. ഒരു 3 അമ്പുകൾ അവർ സെലക്ട് ചെയ്യും. അതിലൊന്നാമത്തേത് ഈ ചെയ്യുന്ന പണി തുടരണം, ഒന്ന് വേണ്ട, മറ്റൊന്ന് ഒന്നുകൂടെ നറുക്കെടുക്കുക എന്നുള്ള ഒരു തരത്തിൽ 3 അമ്പുകൾ അവർ വെക്കുകയും അതിൽ നിന്നും തിരഞ്ഞെടുക്കുകയും അതിലെന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ അവർ ചെയ്യുകയും ചെയ്യുന്ന അവരുടെ ലക്ഷണങ്ങൾ തിരയുന്നൊരു പ്രക്രിയയായിരുന്നത്. അങ്ങനെ ഈ കുതിര വീണ് കഴിഞ്ഞപ്പോൾ, ശക്തനായ കുതിര മരുഭൂമിയിലേക്ക് കാലുകൾ പൂണ്ടുപോയി വീണ് കഴിഞ്ഞപ്പോൾ സുറാഖക്കൊരു ഭയം പിടികൂടി. അങ്ങനെയാണ് അവർ ആ ലക്ഷണം നോക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഉടനടി അവർക്ക് ലഭിക്കുന്നത് ഈ യാത്ര തുടരരുത് എന്നാണ്. പക്ഷേ 100 ഒട്ടകങ്ങളുടെ വലിയ ഇനാം എന്ന പ്രതിഫല വാർത്ത സുറാഖയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അങ്ങനെ 3 പ്രാവശ്യവും അദ്ദേഹം ഇങ്ങനെ നറുക്കെടുക്കുമ്പോഴും
ഈ യാത്ര തുടരരുത് എന്നാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പക്ഷേ ആ 100 ഒട്ടകത്തിൻ്റെ പിറകെ പോകാനായിരുന്നു സൊറാക്കയുടെ മനസ്സ് പറയുന്നത്. ഉടനടി പ്രവാചകൻ്റെ പിറകെ പോവുകയും വീണ്ടും ഇതുപോലെ കുതിരയുടെ കാല് മണ്ണിനടിയിലേക്ക് ആണ്ടുപോവുകയും സൊറാക്ക അതിൽ നിന്ന് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. 3-ാമത്തെ പ്രാവശ്യവും പ്രവാചകൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ഇതുപോലെ കുതിരയുടെ കാല് ആണ്ടുപോവുകയും സൊറാക്ക സഹായത്തിന് വേണ്ടിയിട്ട് പൊട്ടിക്കരയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തുകയാണ്. സൊറാക്കക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു സത്യമുണ്ട് ഇതിൽ. കാരണം പ്രവാചകനെ ആക്രമിക്കാൻ വേണ്ടി തൊട്ടടുത്തെത്തുമ്പോഴേക്കും എനിക്കതിന് കഴിയാതെ വരികയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കാര്യത്തിൽ എന്തോ സത്യമുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയിൽ ഇതുവരെ നടന്ന വാർത്തകൾ മുഴുവനും ഈ 100 ഒട്ടകത്തിൻ്റെയും അബൂജഹലിൻ്റെ സന്ദർഭങ്ങളൊക്കെ മുഴുവനും ഈ സൊറാഖത്ത് ബിൻ മാലിക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല സൊറാഖ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണം മുഴുവനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അബൂബക്കർ തങ്ങൾക്കും കൊടുക്കുകയാണ്. നിങ്ങൾ ഈ യാത്രയിൽ ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊന്നും സ്വീകരിക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തോട് പറയുന്നത് ഞങ്ങളെ ഇവിടെ വെച്ച് കണ്ട വിവരം ഒരാളോടും നിങ്ങൾ പറയരുത് എന്നാണ്. അങ്ങനെ സുറാഖത്ത് ബിൻ മാലിക്കിനെ അവർ തിരിച്ചയക്കുന്നുണ്ട്. തിരിച്ചു പോരാനിരിക്കുന്ന സമയത്ത് സുറാഖത്ത് ബിൻ മാലിക് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങൾ പറയുന്നത് സത്യമാണ്. നിങ്ങൾ ഒരു കാലത്ത് ഈ മക്ക കീഴടക്കുമെന്ന് എനിക്കറിയാം. അന്ന് നിങ്ങൾ എനിക്ക് സംരക്ഷണം തരണം. അന്ന് നിങ്ങൾ എന്നെ ആക്രമിക്കാൻ പാടില്ല എന്ന പേരിൽ ഒരു കരാർ എഴുതി കൊടുക്കുന്നുണ്ട്. സുറാഖ ഒരു എല്ലിൻ കഷ്ണം കൊണ്ടുവന്നിട്ട് അതിന്മേലാണ് ആ സംരക്ഷണ കരാർ എഴുതുന്നത്. പിന്നീട് തിരിച്ചു വരാനിരിക്കുന്ന സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുറാഖയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, സുറാഖ, കിസ്റയുടെ വളകൾ ആ കൈകളിൽ അണിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും സുറാഖ, എങ്ങനെയുണ്ടാകും സുറാഖ? സുറാഖക്ക് കേട്ടത് വിശ്വസിക്കാൻ പോലും ആകാതെ അവിടെ നിശ്ചലനായി പോവുകയാണ്. ഹുർമുസിൻ്റെ മകൻ കിസ്റയുടെ വളകളെ പറ്റിയാണോ, ലോകമടക്കി ഭരിക്കുന്ന പേർഷ്യയുടെ ആ അധികാര സ്തൂപങ്ങളെ പറ്റിയാണോ പ്രവാചകൻ പറയുന്നത്? അതേ സുറാഖ, ആ കിസ്റയുടെ വളകൾ തന്നെ, ഹുർമുസിൻ്റെ മകൻ കിസ്റയുടെ വളകൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോകുന്നു. അതിൻ്റെ പൊരുൾ വർഷങ്ങൾ അവസാനിക്കുന്നത് വരെ സുറാഖക്കോ കൂടെയുള്ള മനുഷ്യർക്കോ ഒന്നും മനസ്സിലാകുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ നാട് വിട്ട് ഇവിടെ നിൽക്കക്കള്ളിയില്ലാതെ വിശപ്പനുഭവിച്ചു കൊണ്ട് ത്യാഗപൂർണമായ ഹിജ്റ നടത്തേണ്ടി വരുന്ന, ജനിച്ചു വളർന്ന നാട്ടിൽ സ്വന്തം വീടും കുടുംബവും മക്കളെയൊക്കെ ഉപയോഗിച്ച് പോകുന്ന അവസ്ഥയിലാണ് പേർഷ്യ കീഴടക്കുന്ന ആ വലിയ വാർത്ത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറാഖയോട് പറയുന്നത്. സുറാഖ തിരിച്ച് നാട്ടിലേക്ക് ചെല്ലുന്നു. വഴിയിൽ മുഴുവനും പ്രവാചകൻ അന്വേഷിച്ച് നടക്കുന്ന ആളുകളോടൊക്കെ ഇതിലെ നബി പോയിട്ടില്ല, മറ്റുള്ള വഴികളോടൊക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിയിൽ നിന്ന് അവരെല്ലാം പറഞ്ഞയക്കുന്ന പ്രവാചകന് സംരക്ഷണമായി നിലകൊള്ളുന്ന സുറാഖ, പ്രവാചകനെ കൊന്ന് 100 ഒട്ടകങ്ങളെ നേടാൻ വന്ന സുറാഖത്ത് ബിൻ മാലിക് അവസാനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണമായി നിലകൊള്ളുകയാണ്. നബി മദീനയിലെത്തി എന്ന വിവരം സുറാഖത്ത് ബിൻ മാലിക്കിന് ലഭിച്ചതിന് ശേഷമാണ് മക്കയിലുണ്ടായിരുന്ന ആളുകളോടൊക്കെ സുറാഖത്ത് ബിൻ മാലിക് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നത്. അബൂജഹൽ ആ സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് സുറാഖയോട് പറയുന്നുണ്ട്, നീ നല്ലൊരു അവസരമാണ് പാഴാക്കി കളഞ്ഞത്. മുഹമ്മദിനെ കൊല്ലാൻ പറ്റിയ എല്ലാ അവസരവും നിനക്കുണ്ടായിരുന്നു, നീ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന പേര് അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് സുറാഖത്ത് ബിൻ മാലിക് പറയുന്നുണ്ട്, നിങ്ങളായിരുന്നു ആ സാഹചര്യത്തിലെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്നോട് സംസാരിക്കുമായിരുന്നില്ല. 8-9 വർഷങ്ങൾക്ക് ശേഷം ഫത്ഹ് മക്കയുടെ വേളയിലാണ് ഈ ബനൂ മുദ്ലിജ് ഗോത്രക്കാർ അഥവാ സുറാഖയുടെ ഗോത്രത്തെ മുസ്ലിങ്ങൾ മുഴുവനും കീഴടക്കുന്നത്. ആ സമയത്ത് സുറാഖത്ത് ബിൻ മാലിക് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിയ ആ സംരക്ഷണ കരാറുമായിട്ട് അനുചരുടെ അടുത്തേക്ക് ചെല്ലുകയും പ്രവാചകൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇസ്ലാം വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ സന്ദർഭം നടക്കുന്നുണ്ട്. അതിനുമേറെ കാലങ്ങൾക്ക് ശേഷം പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഖാദിസിയ്യ യുദ്ധത്തിൽ വിജയിച്ച, പേർഷ്യ മുഴുവനും കീഴടക്കിയ ആ മനോഹരമായ സുദിനത്തിൽ അവിടെ കൂടിയിട്ടിരുന്ന ആഡംബര വസ്തുക്കൾ മുഴുവനും മദീന പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ ഒരു കൊള്ളിയെടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ കൂട്ടിയിട്ടിരിക്കുന്ന ആ ആഭരണങ്ങളും ആഡംബര വസ്തുക്കളൊക്കെ ഇങ്ങനെ നീക്കിയതിന് ശേഷം അതിൽ നിന്ന് കിസ്റയുടെ വളകൾ ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അയിന സുറാഖ, സുറാഖ എവിടെയാണ്? ആൾക്കൂട്ടത്തിൻ്റെ പിറകിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വരുന്ന സുറാഖക്ക് മാത്രമാണ് ആ സന്ദർഭത്തിൻ്റെ വേദന മനസ്സിലാവുന്നത്. ആ വളകൾ അദ്ദേഹത്തെ അണിയിച്ചുകൊണ്ട് ആ സന്ദർഭം, ആ കഥ മുഴുവനും ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ പറയുന്നു. ആ അവസരത്തിലാണ് സുറാഖത്ത് ബിൻ മാലിക് ഈ സംഭവങ്ങളെല്ലാം നമുക്കൊക്കെ പറഞ്ഞു തരുന്നത്. ആ ഹദീസിൽ നിന്നാണ് നമുക്ക് ഈ വിവരങ്ങളെല്ലാം ലഭിക്കുന്നത്. അങ്ങനെ ആ എല്ലാവിധ കരാർ പൂർത്തീകരണവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അവരുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഖുദൈദ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം മുഴുവനും തീർന്നുപോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെയാണ് അവർക്കൊരു വിവരം ലഭിക്കുന്നത്, ഇവിടെ ഉമ്മു മഅബദ് എന്നൊരു സ്ത്രീയും
അവരുടെ ഒരു ടെൻറ്റുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് ചരിത്രത്തിൽ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും 3 ടെൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. അഥവാ ഒന്നിൽ അവരുടെ ആടുകളെ സൂക്ഷിക്കാനും, മറ്റൊന്ന് അവർക്ക് താമസിക്കാനും, മറ്റൊരു ടെൻറ്റ് അവരുടെ വഴിയാത്രക്കാർക്ക് ഭക്ഷണം ഒരുക്കുന്ന ഒരു ഹോട്ടൽ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഖുദൈദ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ പിന്നീട് നേരെ പോകുന്നത് ഈ ഉമ്മു മഅബദിൻ്റെ ടെൻറ്റിലേക്കാണ്, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അവിടെ ചെന്ന് ഉമ്മു മഅബദിനോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അതീവ ദാരിദ്ര്യത്തിലാണ്, ക്ഷാമകാലമാണ്, കഴിക്കാൻ ഒന്നുമില്ല എന്ന ആ വേദനയേറിയ വാർത്തയാണ്. ഉടനടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അവിടെ മൂലയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ആടുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ആ ആടിന് കറവയില്ലേ? മുഹമ്മദ് പറയുന്നു, ഇല്ല, ആ ആടിൻ്റെ കറവ പറ്റിയതാണ്. നബി ചോദിക്കുന്നു, ഞാനൊന്ന് കറന്ന് നോക്കട്ടെ. അതിന് കറന്നാലും പാലൊന്നും ലഭിക്കുകയില്ല എന്ന് മുഹമ്മദ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ശേഷം ഒരു വലിയ പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. ആ കറവ പറ്റിയ മച്ചിയായ ആടിൻ്റെ അടുത്തേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നുകൊണ്ട് അവിടുത്തെ ദിവ്യകരങ്ങളെല്ലാം ഒന്ന് സ്പർശിച്ച് ആ ആടിനെ കറക്കാൻ തുടങ്ങുന്നു. ആ കൊണ്ടുവന്ന വലിയ പാത്രം നിറയെ ആ ആടിൽ നിന്നും പാല് ലഭിക്കുന്നത് അത്ഭുതത്തോടെ ആശ്ചര്യപൂർവ്വം നോക്കി നിൽക്കുന്ന ഉമ്മു മഅബദിനെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ പിന്നീട് പറയുന്നുണ്ട്, ആ ആട് പിന്നീട് എത്രയോ കാലം വളരെ സുന്ദരമായിക്കൊണ്ട് അവർക്ക് പാല് നൽകുന്ന ഐശ്വര്യമുള്ള ജീവിയായിട്ട് പിന്നീട് മാറി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അതീവമായ ക്ഷാമ രൂപപ്പെട്ട അവസ്ഥയിൽ പോലും, എല്ലാവരും പട്ടിണി കിടക്കുമ്പോൾ പോലും തങ്ങളുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പർശിച്ച ഈ ആടിൽ നിന്ന് പാല് ധാരധാരയായിട്ട് ഞങ്ങൾക്ക് എന്നും ലഭിക്കുമായിരുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹലീമ ബീവിയുടെ വീട്ടിലുണ്ടായിരുന്ന മനോഹരമായ സന്ദർഭങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ അവരവിടെ നിന്നും വീണ്ടും യാത്ര തുടരുന്നു. പിന്നീടാണ് ഈ ഉമ്മു മഅബദിൻ്റെ ഭർത്താവ് അവിടേക്ക് അവരുടെ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. ആ സമയത്ത് വലിയ പാത്രം നിറയെ പാല് കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ചോദിക്കുന്നു, എവിടെ നിന്നാണത്? അവിടേക്ക് 2 അനുഗ്രഹീതരായ മനുഷ്യർ വന്നതും അവർ പാല് കറന്നതും ആ മച്ചിയായ ആട്ടിൽ നിന്ന് പോലും പാലിൽ ലഭിച്ച അനുഗ്രഹീതമായ കഥകൾ മുഴുവനും പറയുന്നു. ആ 2 മനുഷ്യരും മുഴുവനും വയറ് നിറയെ പാല് കുടിച്ചിട്ടും ഞാനും വയറ് നിറയെ പാല് കുടിച്ചു, എന്നിട്ടും ആ പാത്രം നിറയെ പാലവിടെ ബാക്കിയുണ്ട്. ആരാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉമ്മു മഅബദ് പറയുന്ന മറുപടിയിൽ നിന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപസാദൃശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മൾ ഇന്ന് റെഫർ ചെയ്യുന്ന ഹദീസുകളിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നൊരു ഹദീസ്. അലി റളിയല്ലാഹു അൻഹു പോലും പറയുന്നുണ്ട്, ഇത്ര സുന്ദരമായി ഒരു ആൺ സ്വഹാബി പോലും പ്രവാചകന് വിശദീകരിച്ചിട്ടില്ല. അത്രമേൽ സുന്ദരമായ വിശദീകരണമായിരുന്നു ഉമ്മു മഅബദ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിക്കൊണ്ട് അവരുടെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കുന്നത്. അതീവ സുന്ദരനായ ഒരു മനുഷ്യൻ, തേജസ്സുള്ള മുഖം, സുറുമ എഴുതിയതുപോലെ ആകർഷകമായ കണ്ണുകൾ, നിറഞ്ഞു നിൽക്കുന്ന പുരികം, അത്രമേൽ കടുത്ത കറുത്ത കൃഷ്ണമണികൾ, പുറത്ത് അതിസുന്ദരമായ വെളുത്ത നിറം, ഇടതൂർന്ന കൺപീലികൾ, ഒത്ത ശരീരം, വിദൂരതയിൽ നിന്ന് കണ്ടാൽ പോലും അതീവ സുന്ദരനായ ഒരു മനുഷ്യൻ. സംസാരം എന്നത് മാലയിൽ നിന്ന് മുത്തുകൾ പൊഴിയുന്നത് പോലെ അത്രയും മനോഹരമായ സംസാരം. അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ പോലും ആ മുഖത്ത് ഒരു ഗൗരവ ഭാവമുണ്ട്. ഒരു തവണ കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിച്ചു പോകുന്ന ആ മനോഹരമായ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെപ്പറ്റി ഉമ്മു മഅബദ് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അവരുടെ ഭർത്താവ് പറയുന്നത്, ഇത് മക്കയിൽ നിന്ന് നാട് വിട്ടു പോകുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരുടെ കൂടെയുള്ള ആളുകളുമാണ്. ഞാനെങ്ങാനും അവരെ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ ഉടനടി അവരെ പിന്തുടരുമായിരുന്നു, മുസ്ലിം ആകുമായിരുന്നു എന്നതൊക്കെയാണ്. പിന്നീട് ചരിത്രം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ മനുഷ്യൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞിറങ്ങുകയും വഴിയിൽ വെച്ച് കണ്ട് പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഉമ്മു മഅബദും വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മനോഹരമായ ചരിത്രമൊക്കെ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ മദീനയിലേക്കുള്ള യാത്ര തുടർന്ന് അവർ ഒരുപാട് കച്ചവട സംഘങ്ങളെയൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. പല ആളുകളും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നുണ്ട്. ചരിത്രം പറയുന്നു, 20-ലധികം ആളുകൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹിജ്റ വേളയിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന്. ഇത്രത്തോളം ദുർഘടമായ ഒരു സാഹചര്യത്തിൽ പോലും ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ഉത്തരം നൽകാനൊക്കെ ശ്രമിക്കുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വളർന്ന നാടും വീടും മക്കളെയും സമ്പത്തൊക്കെ ഉപേക്ഷിച്ച് പോകുമ്പോഴാണ് ഇതൊന്നും കൂടി നമ്മൾ ആലോചിച്ച് നോക്കണം. അത്രമേൽ പ്രബോധന ദൗത്യത്തിൽ അർപ്പിതമായ ജീവിതമായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അങ്ങനെ അവർ യാത്ര മദീനയുടെ തൊട്ടടുത്ത ഗ്രാമമായ കുബയിൽ എത്തിച്ചേരുകയാണ്. മദീനയിലേക്ക് പോകുന്ന ആളുകളെല്ലാം കുബയിൽ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നീട് മദീനയിലേക്ക് എത്തുന്നത്. കുബയെ സംബന്ധിച്ചിടത്തോളം മദീനയുടെ അതിർത്തി ഗ്രാമമാണ്. മദീനക്കാർ
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞത് മുതൽ അവരുടെ ജീവചര്യമായിട്ട് പിന്നീട് മാറുന്നത് സുബഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ മദീനയുടെ അതിർത്തി പ്രദേശത്ത് വന്ന് നിൽക്കുകയാണ്, പ്രവാചകൻ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഒരുപാട് ആളുകൾ ഈന്തപ്പന മരത്തിൻ്റെയും വലിയ വീടുകളുടെയൊക്കെ മുകളിലൊക്കെ കയറി വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. വെയിൽ ചൂടാകുന്നത് വരെ അവരതേ നൃത്തം തുടരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന ദിവസവും ഇതുപോലെ അന്നും അവർ വെയിൽ ചൂടാവുന്നത് വരെ പ്രവാചകനെ കാത്തു നിൽക്കുന്നുണ്ട്. വെയിൽ ചൂടായി നട്ടുവച്ച സമയത്ത് അവരെല്ലാവരും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ്. ആ സമയത്താണ് ഈന്തപ്പനയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു ജൂതൻ വിളിച്ചു പറയുന്നത്, ആ മദീന ദേശമേ, ഓ അറബികളെ, നിങ്ങൾ വരിക, നിങ്ങൾ ഇത്ര കാലം കാത്തിരുന്ന ആ മനുഷ്യൻ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നു. ശുഭ്ര വസ്ത്രധാരികളായ രണ്ടാളുകൾ അവിടേക്ക് നടന്നു വരുന്നത് അവരെല്ലാവരും കാണുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 98% ആളുകളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നേ വരെ കണ്ടിട്ടില്ല. പ്രവാചകനെ അവർ മക്കയിൽ പോയ ചില സ്വഹാബിമാരിൽ നിന്ന് കേൾക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മക്കയിൽ നിന്ന് ഇവിടേക്ക് പ്രബോധന ദൗത്യമായി വന്ന ചില സ്വഹാബികളിൽ നിന്ന് പ്രവാചകനെ പറ്റി കേൾക്കുക മാത്രം ചെയ്ത, പ്രവാചകൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അൻസാരികളാണ് പ്രവാചകനെ കാണാൻ വേണ്ടി ഇത്രമേൽ ആഗ്രഹത്തോടെ അവിടെ കാത്തു നിൽക്കുന്നത്. അങ്ങനെ റബീഉൽ അവ്വൽ 8-ാം തീയതി, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ റബീഉൽ അവ്വൽ 12 എന്നൊക്കെ നമുക്ക് കാണാം, അവർ ആ മദീനയിലേക്ക് എത്തുകയാണ്. പലർക്കും, നമ്മൾ പറഞ്ഞ പോലെ, പലർക്കും അറിയില്ല ഏതാണ് പ്രവാചകൻ, ഏതാണ് അബൂബക്കർ എന്നറിയില്ല. അവർ അത്ര സമയം കരുതിയിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകൻ എന്ന. പക്ഷേ വെയിൽ ചൂടായ സമയത്ത് പ്രവാചകൻ്റെ മുഖത്തേക്ക് വെയിലടിക്കാൻ തുടങ്ങിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ തലപ്പാവ് എടുത്തിട്ട് പ്രവാചകൻ ഇങ്ങനെ തണലൊരുക്കാൻ തുടങ്ങി. അപ്പോഴാണ് കൂടി നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്നത് ഏതാണ് അബൂബക്കർ എന്നും ഏതാണ് പ്രവാചകനെന്നും. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കരകവിഞ്ഞ സ്നേഹം അവർക്കെല്ലാവർക്കും വളരെ മനോഹരമായിട്ട് അറിയുന്നതായിരുന്നു. അങ്ങനെ മദീനയുടെ തൊട്ടടുത്തുള്ള കുബാ ഗ്രാമത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 ദിവസം താമസിച്ചതിന് ശേഷമാണ് മദീനയിലേക്ക് പോകുന്നത്. അവിടെ കുൽസൂം ബിൻ ഹിദാം എന്ന ഒരാളുടെ വീട്ടിലാണ് പ്രവാചകൻ ആദ്യമായിട്ട് കുബയിൽ താമസിക്കുന്നത്. അതിന് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കാരണം ഒന്നാമത് മദീനയിലേക്ക് നേരിട്ട് പ്രവേശിക്കാത്തത് അവിടെ ജൂതരൊക്കെ താമസിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചർച്ചയും തീരുമാനമൊക്കെ എടുത്തതിന് ശേഷം മദീനയിലേക്ക് പ്രവേശിച്ചാൽ മതി എന്നായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് വരുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുബയിലിരിക്കുന്ന വേളയിലാണ് ഇത്രയും ദൂരം നടന്ന് രോഗാതുരമായിക്കൊണ്ട് കുബയിലേക്ക് എത്തിച്ചേരുന്നതും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ വീരസാഹസം നിറഞ്ഞ കഥകൾ, അവരുടെ ത്യാഗപൂർണമായ ജീവിതവും അവരുടെ ഹിജ്റയൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ റമദാൻ സീരീസിൽ അവരുടെ ചരിത്രമൊക്കെ സെപ്പറേറ്റ് നമ്മൾ ചെയ്തതാണ്. അത് കാണാത്ത ആളുകളൊക്കെ അത് കാണുക. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ മനോഹരമായ ചരിത്രം, അവർ ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എത്തുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് പിടിക്കുന്ന സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ അവരൊക്കെ എത്തിപ്പെടുന്നത്, അവരെല്ലാവരും ഒരുമിച്ച് ചേടുന്നത് ഈ കുബയിൽ വെച്ചുകൊണ്ടാണ്. അങ്ങനെ ആ വ്യാഴാഴ്ച രാത്രി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നു, നാളെ വെള്ളിയാഴ്ച ഞാൻ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെയാണ് ആ മനോഹരമായ ആ മദീനയിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവേശനം സംഭവിക്കുന്നത്. കുബയിൽ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം വന്ന ദിവസങ്ങളിലൊക്കെ നിസ്കരിച്ചെടുത്ത് പിന്നീട് അവിടെ പള്ളി ഉണ്ടാക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് അവിടെ എത്തിയതിനു ശേഷം നിർമ്മിക്കുന്നത് പള്ളിയാണ്. മദീനയിലെത്തിയതിനു ശേഷവും പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിക്കുന്നത് പള്ളിയാണ്. മക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ശത്രുക്കൾക്കിടയിൽ വളരെ രഹസ്യമായിട്ട് ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ പള്ളിയും ജുമ പോലത്തുള്ള പരസ്യമായ ആരാധന പ്രകടനങ്ങളൊന്നും അവർക്ക് സാധ്യമായിരുന്നില്ല. മദീനയിൽ സ്വതന്ത്രമായ സാഹചര്യത്തിലേക്ക് അവരെത്തിയപ്പോൾ അവർ ആദ്യമായിട്ട് അവിടെ പള്ളിയൊക്കെ നിർമ്മിച്ചു കൊണ്ടുള്ള മനോഹരമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവർ കാലെടുത്ത് വെക്കുകയാണ്. അങ്ങനെ അന്ന് കുബയിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടുന്നു. അങ്ങനെ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ വെച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരരും അവർ ജുമാ നിസ്കരിക്കുകയും അന്ന് ഖുത്ബയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന ലോകത്തെ പറ്റിയും പരസ്പര ദാനധർമ്മങ്ങളെ പറ്റിയും സ്നേഹത്തെ പറ്റിയൊക്കെയുള്ള ഖുത്ബയാണ് അന്ന് അവിടെ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പിന്നീടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ അധ്യായങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആ മദീന പ്രവേശനം ഉണ്ടാകുന്നത്. ആ മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവിധ മനോഹരമായ കാര്യങ്ങളും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.